ലൗസേ അപ്പൊ എന്തുണ്ട് വിശേഷം? മഴയൊക്കെ വന്ന് അല്ലെ? അപ്പൊ എല്ലാവരും രക്ഷയില്ലാണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ക്യാമറ ഞങ്ങളുടെ വീട് ഇട്ടാ ഓൺ ഹൗസ് ഒന്നുമില്ലട്ടാ, ഞങ്ങളുടെ റെന്റ് ഹൗസ് ആണ്. ഞങ്ങൾ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. അപ്പൊ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അല്ല, നമ്മുടെ വീടിന്റെ ചുറ്റും സംഭവം തൊട്ടടുത്ത് പാടാ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വെള്ളത്തിന്റെ ഇവിടെ മഴക്കാലമാണെന്ന് തന്നെ തോന്നാത്ത രീതിയിലാന്ന് തോന്നുന്നു. കുറച്ച് പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുറെ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ എവിടേക്ക് വെള്ളം കയറിക്കണമെന്ന് ഇവിടെ 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആമ്പല്ലൂർ ടൗൺ, നമ്മുടെ ടൗൺ, നമ്മളെല്ലാത്തിനും പോകുന്ന പുതുക്കാട് ആമ്പല്ലൂർ ടൗൺ, അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇവിടുത്തെ നമ്മുടെ തൊട്ട് വീടിന്റെ അടുത്ത സംഭവം ഒന്ന് കാട്ടി കൊടുത്തപ്പോ, അതായത് തൊട്ടടുത്തിട്ടാ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് വരുന്ന പാടത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല, വെള്ളം കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഒന്ന് പൊക്കി കാട്ടി കൊടുത്തപ്പോ പാടത്തേക്ക് എത്തുന്നത് കണ്ട ലൗസേ. പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാടം, അതിന്റെ അറ്റത്തൊരു കുളമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പെയ്ത്ത് വെള്ളം മാത്രം ഉണ്ടല്ലോ, നമ്മള് മഴ പെയ്തിട്ട് വരുന്ന വെള്ളം മാത്രമേ ഓൾറെഡി ഇവിടെ എടുക്കുള്ളൂ. വേറെ ഒരു കണക്റ്റിങ്ങോ ഒരു പുഴയോ തോടായിട്ടൊന്നും ഒരു കണക്റ്റിങ് ഇല്ലാത്ത കാരണം ഇവിടുന്ന് വെള്ളം പെയ്യുന്നത് വേറെ കുളത്തിൽ പോകുന്നുണ്ട്. ആ കുളത്തിൽ വേറെ പുഴയോ തോടായിട്ടൊന്നും ഒരു കണക്റ്റിങ് ഇല്ല. അതേമാതിരിക്ക് ഇവിടേക്കും ഒരു കണക്റ്റിങ്ങും ഇല്ല. അതുകൊണ്ട് നമുക്ക് സേഫാണ്, ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. വേറെ അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ. ബാക്കിയുള്ളവർ കുറെ നമ്മുടെ ഹൗസിനൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. കുറെ ആൾക്കാർക്ക് വീട്ടിൽ വെള്ളം കയറിയോന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ട്. ചിലവർക്ക് കയറിയിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും വരരുതേ എന്നുള്ള സംഭവം അല്ലെ. അതിലൂടെ നമ്മൾ എന്തായാലും ആമ്പല്ലൂർ ടൗണിൽ വെള്ളം കയറിയില്ല. അപ്പൊ ഞാൻ അപ്പം കൂടി ബൈക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് ആമ്പല്ലൂർ ടൗണിലേക്ക് പോവാ. ആമ്പല്ലൂർ ടൗണിൽ എന്നിട്ട് സ്ഥിതിഗതികൾ, പിന്നെ മണലിപ്പുഴയിൽ അവിടെ പീച്ച് ഡാമിൽ, നമ്മുടെ തൃശ്ശൂരിലെ പീച്ച് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ മണലിപ്പുഴയിൽ എത്തുന്നത്. അത് പാലിക്കര ടോളിന്റെ അടുത്തുള്ള പുഴ പാലാണ് മണലിപ്പുഴ. ആ മണലിപ്പുഴയിൽ നിന്ന് വെള്ളം ഫുള്ള് പുഴ നിറഞ്ഞ് കവർ ചെയ്ത് പോകുമ്പോൾ വരുന്ന സ്ഥലമാണ് ഈ ആമ്പല്ലൂര്. പിന്നെ മണലിലെ അപ്പുറത്തെ ഭാഗങ്ങൾ പാലിക്കര ആ ഭാഗത്തൊക്കെ ഉള്ള വീടുകളൊക്കെ വെള്ളം കയറും. ഇതാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പോവാ. ആമ്പല്ലൂർ ടൗണിലെ അല്ല, അപ്പൊ ആമ്പല്ലൂർ ടൗണിൽ എത്ര നമ്മുടെ അവിടെ നിന്ന് വരും 2.5 കിലോമീറ്റർ ഉള്ളൂ. അടിപൊളി. ആമ്പല്ലൂരിലെ വെള്ളം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എന്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ആമ്പല്ലൂർ ടൗൺ ഇട്ടാ, നമ്മുടെ ആ കാണുന്നത് ഹൈവേ ആണ്. അത് ചാലക്കുടി നമ്മുടെ തൃശ്ശൂർ ഹൈവേ, മെയിൻ ആയിട്ടുള്ള ഹൈവേ. ആമ്പല്ലൂർ കഴിഞ്ഞ് ടൗണിലേക്ക് എത്തണോടത്ത് മാത്രമാണ് വെള്ളം കയറിക്കുന്നത്. നമ്മുടെ മണലിപ്പുഴയിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് വെള്ളം അവിടെ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കിടക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ അത് കാണിച്ചു കൊടുത്ത് സൂം ചെയ്ത് കാട്ടി കൊടുത്ത് ഒരു ഉന്തുവണ്ടി കളിക്കുന്നുണ്ടല്ലോ, ചെറിയൊരു തള്ളുവണ്ടി കാണാൻ പറ്റണ്ട അല്ലേ. ഒരു വണ്ടി അവിടെ മറിഞ്ഞെടുത്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ സംഭവം. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്. മണലിപ്പുഴ എന്നാണ് വരുന്നത്. മണലിപ്പുഴ അവിടെ നിന്ന് കണക്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. മണലിപ്പുഴയുടെ സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം എന്നിട്ടാന്നുള്ളത് അല്ലെ. ബൈ അപ്പൊ പോലെ ലവ്സ്. അപ്പൊ നമ്മുടെ മണലിപ്പുഴയുടെ സൈഡിൽ എത്തിണ്ടാ. അവിടുന്ന് സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഞങ്ങൾ കാട്ടിത്തരാം. ഇവിടെ ഈ റോഡ് കടക്കുമ്പോ തന്നെ ഒരു രക്ഷയില്ല, തെറ്റാണ് വെള്ളമൊക്കെ വന്നിട്ട് അല്ല. അപ്പൊ പേടിയുണ്ടാ വെള്ളത്തിന്റെ സൗണ്ട് ഒഴുക്കൊക്കെ നോക്കി നോക്ക്. അപ്പൊ ആമ്പല്ലൂര് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഇട്ടാ ഇപ്പുറത്തേക്ക് മണലിപ്പുഴയുടെ അടുത്ത് കിടക്കുന്ന റോഡാണ്. പുഴയുടെ അടുത്തേക്ക് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടത്തെ സംഭവം എന്തിട്ടാന്നുള്ളത് കേട്ടടക്കെ വെള്ളം പറമ്പിക്കോടെ അല്ലേ. ഇതിനപ്പുറത്ത് തന്നെ പുഴയാണ്. അപ്പോ വീഴോ അപ്പോ രക്ഷയില്ലാണ്ടല്ലോ. 2 ചേട്ടന്മാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. പറമ്പിക്കോടെ അല്ലേ. പറമ്പിയോടെ വന്നിട്ട് ഒരുമാതിരി ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഒഴുക്ക്. പുഴയുടെ സൈഡിൽ നിന്നിട്ടാ ഈ പോണ വെള്ളമാണ് നമുക്ക് ആമ്പല്ലൂര് ഭാഗത്തേക്കൊക്കെ ഇപ്പൊ നമ്മൾ നേരത്തെ പോയി കണ്ടത് അവിടേക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സംഭവം. ലൗസ് ഇത് കണ്ട നിങ്ങള് സംഭവം. ഇതൊരു പറമ്പിന്ന് അപ്പുറത്തെ പുഴയെന്ന് ചാടിയിട്ട് വരുന്ന വെള്ള. പക്ഷെ ഇവിടെ റോഡിനൊരു തിരിവുണ്ട് കേട്ടാ. ആ തിരിവിൽ വന്ന് വെള്ളം അടിച്ചിട്ട് ആ പ്രഷർ കണ്ട. അല്ലാണ്ട് ഇവിടെ തിണ്ടോ കാര്യങ്ങളോ വേറെ അല്ല. ഇപ്പൊ ഒരു തിണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ഥലം, സാധാ ഒരു മെയിൻ റോഡ്. അപ്പൊ ആ കറക്റ്റ് വെള്ളമായി കാരണം ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് വെള്ളമായി കാരണം പ്രഷർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രഷർ ഒരു രക്ഷയില്ല.
വെറുതെ വരുന്ന വെള്ളത്തിന് ഇത്ര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് വയനാടൊക്കെ സംഭവിച്ചു എന്തിന്റെ ആയിരിക്കുന്നല്ലേ, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നോക്കിയൊന്ന് അങ്ങോട്ട് പോ. വെറുതെ ജസ്റ്റ് വെള്ളത്തിന് തിരിയാനുള്ള ഒരു സ്ഥലം കിട്ടിയപ്പോ തിരിഞ്ഞതാണ്. അപ്പൊ അത്രയ്ക്ക് പ്രഷർ. ശരിക്കും നേരിട്ട് പോണതിന് അത്ര ഇതില്ല. ആ പറമ്പിന്നല്ലേ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു രക്ഷയില്ലേ, ശ്രീഹരിയിലെ നമ്മുടെ മനീഷ് ചേച്ചിയുടെ വീട്ടിൽ പോണ വഴി രക്ഷയില്ലാണ്ടായി. അപ്പൊ മണലിപ്പുഴയുടെ അടുത്ത് പോലും നമ്മൾ എത്തില്ല. ഇത് മണലിപ്പുഴയൊക്കെ കണക്ട് ചെയ്തുള്ള പാടം കേട്ടാ. ഇവിടുന്ന് 2 സൈഡ് പാടം അല്ലേ. കല്ലൂരിത്തോട് പാലം അഴിച്ചെടുത്തപ്പോ കല്ലൂരിത്തോട് പാലം. ഇവിടെയും വെള്ളം കയറി, എല്ലാവിടെയും വെള്ളം കയറി. ബോർഡ് കാണണ്ട അവിടെ. ആ വഴി നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഇല്ലേ. അപ്പൊ രക്ഷയില്ല. ലൗസേ അപ്പൊ നമ്മൾ ആമ്പല്ലൂര് പോയി, അതിന്റെ ഇടയില് മണലിപ്പാലത്തേക്ക് പോണ ആ വഴി കൂടെ പോയി, അതും ബ്ലോക്കായി. ഇതിപ്പോ കല്ലൂര് തോട് പാലം. ഇവിടെയും രക്ഷയില്ല, ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് വെള്ളം. തോടേതാണ് പാടേതാണ് ഇനി മണ്ണും കൂടി കേട്ടാ. 2 സൈഡിൽ മണ്ണും കൂടി സംഭവങ്ങളൊക്കെയാ. റോഡ് ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാനുള്ള അവസ്ഥയായി. ഇതേമാതിരിയാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ കാര്യങ്ങള്, നാട്ടിലെ അവസ്ഥകൾ ഇങ്ങനെയാണ്. ഇത് ഒരു ആഘോഷമാക്കി മാറ്റില്ലാട്ടോ നമ്മള്. ഇവിടുത്തെ നമ്മുടെ ചുറ്റുപാടുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണം, എവിടേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ മാറി തന്നെ. കുറച്ചുകൂടി 2 വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനീഷ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോണ വഴി എത്തിയപ്പോ ശ്രീഹരിയുടെ വീട്ടിലേക്ക്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ ജസ്റ്റ് പോകണമെന്ന് വെച്ചു, പക്ഷെ നടക്കില്ല, അവിടേക്ക് എത്താൻ എന്തെങ്കിലും പറ്റില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അല്ലേ. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, പോന്നപ്പോ നമ്മുടെ വീട്ടില് അപ്പൊ എല്ലാവരും ചുറ്റപ്പെട്ടു കേട്ടോ. മണലിപ്പുഴ പീച്ച് ഡാമിന്ന് പറഞ്ഞ മണലിപ്പുഴയെന്ന് പറഞ്ഞ വെള്ളമാണ് കേട്ടോ ഇതൊക്കെ. നമുക്കിത് സിമ്പിള്. ഈ വെള്ളം വീടുകളിലൊക്കെ കയറിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു പ്രയാസം തന്നെയാണ്. നമ്മൾക്കല്ല. ഇപ്പൊ നമുക്കത് കാണുമ്പോ ഒരു കൗതുകം, വെള്ളം വന്ന് കാണുന്ന കാര്യങ്ങൾ എല്ലാവരും അവിടെ വെള്ളം ഇവിടെ വെള്ളം. പക്ഷെ സ്വന്തം വീട്ടിലൊക്കെ കയറിക്കണവർക്കും ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ കയറിക്കണവർക്കൊക്കെ അതൊരു പ്രയാസം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ മഴ വിശേഷങ്ങള്. അപ്പൊ എന്തായാലും അവസ്ഥ എല്ലാവരും സേഫ് ആയിരിക്കുക. പോവാ നോക്കിയേ. ഓക്കെ.